നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒറ്റയൊരെണ്ണം പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങി പോകരുത്. കേസ് വീണയ്ക്കെതിരെയാണ്. കോടതി ഉത്തരവോടെയാണ് ഇഡി എത്തുന്നത്. ചോദ്യം ചെയ്യലോ അറസ്റ്റോ ഉണ്ടായേക്കും. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. CPM പ്രവർത്തകർക്ക് നേതാക്കന്മാരുടെ താക്കീതും മുന്നറിയിപ്പും. കൊച്ചി ഇഡി ഓഫീസിൽ നിന്ന് പണി തുടങ്ങിയെന്ന് പാർട്ടി കേന്ദ്രത്തിലേക്ക് സന്ദേശമെത്തി. പിണറായി വിജയനെയും മകളെയും കൈവിട്ട് പാർട്ടി. ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട് മണിക്കൂറുകളായി. ഇതുവരെ ഏതെങ്കിലും CPM നേതാക്കൾ പ്രതികരിച്ചോ? ഇഡി വേട്ടയാടലെന്ന് പുട്ടിന് പീര പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നേതാക്കളും ഇപ്പോൾ വാ തുറക്കാൻ തയ്യാറാകുന്നില്ല, ധൈര്യപ്പെടുന്നില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ. കോടതിയിൽ നിന്ന് വന്ന ഇൻഡാസ് കുറച്ച് കനത്തിലുള്ളതാണ്. ഇതിലും വലിയ വേട്ടയാടൽ നേരിട്ടതാ പോസാറന്മാരെ എന്ന് ഡയലോഗ് അടിച്ച് ഇഡിയെ കൈവയ്ക്കാൻ ഇനി ചെന്നാൽ കളി കാര്യമാകുമെന്ന്. വീണയ്ക്കെതിരായ കേസ് അവർ നോക്കിക്കൊള്ളും. പ്രവർത്തകരെ തെരുവിലിറക്കി കയ്യാങ്കളി ഇനി നടക്കില്ലെന്ന് നേതാക്കന്മാർ പച്ചയ്ക്ക് പറഞ്ഞത് പിണറായിക്കുള്ള മറുപടിയാണ്. MV ഗോവിന്ദനെ പോലെ ചില നേതാക്കന്മാർ മാത്രമാണ് പിണറായിയെ താങ്ങി ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ഒരു കൂട്ടം നേതാക്കൾ ഇപ്പോൾ പിണറായിക്കെതിരെ വിരൽ ചൂണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായിയെയും മകളെയും ഇങ്ങനെ താങ്ങാൻ ഇനി പാർട്ടിക്ക് കഴിയില്ല എന്ന്. ഇഡി ആക്രമണ കേസിൽ അറസ്റ്റിലായവർക്ക് കോടതി ജാമ്യം പോലും കൊടുക്കുന്നില്ല. കൂടാതെ കേസിൽ പ്രതികളായവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 5 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് കസ്റ്റഡി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൽ, ശ്രീജിത്ത് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇവരുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടത്. കൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തണം, മറ്റു പ്രതികളെയും കണ്ടെത്തണമെന്നും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അറിയിച്ചത്. ഈ 5 പ്രതികളെയും കൊണ്ട് പോലീസ് ഇപ്പോൾ പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹമാണ് പ്രതികളുമായിട്ട് പിണറായി വിജയന്റെ വീട് വളഞ്ഞിരിക്കുന്നത്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇഡിയെ ആക്രമിച്ച് അകത്തായവന്മാരുടെ ഗതി കണ്ട് പേടിച്ച് പ്രവർത്തകർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയോ പിണറായി വിജയനോ രക്ഷയ്ക്കുണ്ടാകില്ല എന്ന് ബോധ്യമുള്ളവർ പണി മേടിക്കാനില്ല എന്ന് തുറന്നടിച്ച് മുങ്ങുന്നു. വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയന് തന്നെ പറയേണ്ടി വന്നല്ലോ, എന്നെയല്ല മകളെയാണ് ഇഡി ചോദ്യം ചെയ്തത്, മകളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പൂട്ടിയെന്നും. ഇതിന് പിന്നാലെയായിരുന്നു പാർട്ടി തുറന്നടിച്ചത്. പിണറായിയെ വേട്ടയാടിയാൽ പാർട്ടി ഇടപെടും, മകൾക്കെതിരെ വന്നാൽ പാർട്ടിയെ വിളിക്കരുതെന്ന്. അതുകൊണ്ട് പാർട്ടി രക്ഷിക്കണം, ഇടപെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പിണറായിക്കും വരാൻ കഴിയില്ല. ഇഡി ആക്രമണ കേസിൽ അറസ്റ്റിലായവരെയും പോലീസ് പൊക്കാനിരിക്കുന്ന 200ഓളം പേരെയും പിണറായി വിജയൻ നല്ല ഭേഷ കൈവിട്ടിട്ടുണ്ട്. പാർട്ടിക്കാർക്കിടയിൽ ഇത് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞോ ഇഡിയെ ആക്രമിക്കാൻ എന്ന മട്ടിലാണ് വിജയൻ ഇപ്പോൾ. ജയിലിൽ കിടക്കുന്നവരെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ജയിലിൽ കഴിയുന്ന സഖാക്കളുടെ മാതാപിതാക്കൾ മക്കളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരുടെ കാലു പിടിക്കുകയാണ്. തലസ്ഥാനത്തെ ഒരു സീനിയർ വാർഡ് കൗൺസിലർ ഉൾപ്പെടെ 25 സഖാക്കൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഇവരുടെ കാര്യത്തിൽ എന്താണ് പാർട്ടിക്ക് പറയാനുള്ളത്? നേതാക്കന്മാരെല്ലാം അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുന്നു. ഗോവിന്ദനും ഒരു കൂട്ടം നേതാക്കളും ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായിക്കൊപ്പം നിൽക്കണം എന്ന്. പിണറായിയുടെ മകളുടെ കേസിൽ പാർട്ടിയെ കൂട്ടുപിടിക്കാൻ നിൽക്കണ്ട എന്ന് ഗോവിന്ദന്റെ വായടപ്പിച്ച നേതാക്കളും. പ്രത്യേകിച്ച് ഇങ്ങ് തെക്കൻ ജില്ലകളിലെ പാർട്ടി നേതൃത്വം ശക്തമായ എതിർപ്പിലാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദമൊഴിഞ്ഞെങ്കിലും പാർട്ടിയിൽ ഇപ്പോഴും അദ്ദേഹത്തിനുള്ള സ്വാധീനം ചെറുതല്ല. എന്നാൽ മകൾ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്താൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ പാടെ തകർക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉയർന്നതിന് തൊട്ടു പിന്നാലെയാണ് പിണറായിയുടെ മകൾക്ക് നേരെയും നിയമക്കുരുക്ക് മുറുകുന്നത്. കോടിയേരി കുടുംബത്തിന് കൊടുക്കാത്ത എന്ത് പിന്തുണയും സുരക്ഷയുമാണ് പിണറായി വിജയന്റെ കുടുംബത്തിന് കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യം പാർട്ടിക്കാർ തന്നെ ഉയർത്തുന്നു. വീണയ്ക്കെതിരെ ആരോപണമുണ്ട്, അവർക്കെതിരെയാണ് കേസ്. ഹൈക്കോടതി ഒന്നും കാണാതെ കേസ് നടത്തിക്കൊള്ളാൻ അല്ലെങ്കിൽ ഈ കേസുമായി മുൻപോട്ട് പോയിക്കൊള്ളാൻ ഇഡിക്ക് അനുമതി കൊടുക്കുമോ എന്നുള്ള ചോദ്യം പാർട്ടിക്കാർ തന്നെ ഉയർത്തുന്നു. കണ്ണൂരിലെയും സംസ്ഥാനത്തെയും പാർട്ടി അണികൾക്കിടയിൽ ഈ 2 സംഭവങ്ങൾ ഉണ്ടാക്കുന്ന വികാരം ചെറുതല്ല. അതായത് കോടിയേരി കുടുംബത്തിന്റെ നേരെ ഉണ്ടായ അവമതിപ്പ് വിനോദിന് തന്നെ തുറന്നു പറഞ്ഞത് ഒരു വലിയ പൊട്ടിത്തെറിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അതിനിടയിലാണ് വീണയുടെ വിഷയം. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പാർട്ടി യോഗങ്ങളിൽ നേതൃത്വത്തിന് വലിയ മറുപടി പറയേണ്ടി വരും. പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇപ്പോൾ ചില കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ.
മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം മകൾ വീണ വിജയനൊപ്പം പിണറായി താമസിക്കുന്ന ഈ വീട്ടിൽ വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ മുതിർന്ന നിയമവിദഗ്ധരും വിശ്വസ്തരായ ചില നേതാക്കളും എത്തിച്ചേർന്നതായിട്ടാണ് വിവരങ്ങൾ. ED നീക്കങ്ങളെ പ്രതിരോധിക്കാൻ സുപ്രീം കോടതിയെ എങ്ങനെ അതിവേഗം സമീപിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ അടിയന്തര ചർച്ചകൾ നടക്കുന്നത്. ഹൈക്കോടതി വിധി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM സംസ്ഥാന നേതൃത്വവും പലവിധ ചിന്തകളിലാണ്. ഇതുവരെ വ്യക്തിപരമായ ആക്ഷേപമെന്ന് പറഞ്ഞ് പാർട്ടി പ്രതിരോധിച്ച ഒരു വിഷയം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ശേഷം പൂർണ്ണമായ നിയമസാധുതയോടെ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ പാർട്ടിക്ക് കൃത്യമായ മറുപടിയില്ല. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തടസ്സങ്ങളെല്ലാം നീങ്ങിയതോടെ വലവിരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുപ്പിക്കുന്നു. കേസിലെ നിർണായക വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ ഡിജിറ്റൽ സാമ്പത്തിക തെളിവുകൾ ശേഖരിക്കുന്നതിനും അന്വേഷണ സംഘങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം കൂടുതൽ അന്വേഷണ ഏജൻസികളുടെ വരവ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം എന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. CMRLും വീണയും മാത്രമായിരിക്കില്ല അതിന്റെ ലക്ഷ്യമെന്നർത്ഥം. അതായത് മാസപ്പടിയുടെ മാസ്റ്റർ ബ്രെയിൻ വീണയല്ലെന്ന് അന്വേഷണ സംഘങ്ങൾക്കറിയാം. അതിന്റെ തലയിലേക്ക് എത്താനുള്ള പഴുതു നോക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് പിണറായി വിജയൻ തന്നെ ലക്ഷ്യമെന്ന്. ഇവിടെ പിണറായി ഇനി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി പാർട്ടി പഴയ തോതിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും സംരക്ഷിക്കില്ല എന്നുള്ളത് തന്നെയാണ്. CPMന് പരിമിതികളുണ്ട് ഇനി ഇടപെടുന്നതിന്. പാർട്ടിക്കാരോട് പോലും മാസപ്പടിയിലെ പിപ്പിടി വിദ്യയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ എന്തിന് വീണയെ രക്ഷിക്കാൻ വേണ്ടി തെരുവിൽ കിടന്ന് തല്ലുകൊണ്ട് കേസും കൂട്ടവുമായി ജയിലിൽ കിടക്കണം എന്ന ചോദ്യം പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ CPM സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും അണികളിൽ നിന്നും പച്ചയ്ക്ക് ചില തുറന്നെഴുത്തുകളും. ചാവേറാകാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് നേതാക്കളും പ്രവർത്തകരും പറയുന്നത്. ബംഗാളിലെ സന്ദേശ് ഖലിയിൽ ED ഉദ്യോഗസ്ഥർക്ക് നേർക്കുണ്ടായ ആക്രമണത്തോടാണ് തിരുവനന്തപുരത്തുണ്ടായ ആക്രമണത്തെയും മുതിർന്ന ED ഉദ്യോഗസ്ഥർ താരതമ്യപ്പെടുത്തുന്നത്. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് 2024 ജനുവരിയിലെത്തിയ ED സംഘത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷെയ്ഖിന്റെ അനുയായികൾ ആക്രമിച്ചിരുന്നു. പിന്നെ കണ്ടത് ഒന്നിനു പിന്നാലെ ഒന്നായി കേന്ദ്ര ഏജൻസികൾ ബംഗാളിലേക്ക് എത്തിയതാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും ഭൂമി കയ്യേറ്റം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ED വക റേഷൻ അഴിമതി കേസിന് പുറമെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം നടന്നു. ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്ന് ബോംബ് സ്ക്വാഡും NSTയും വരെ പരിശോധനയ്ക്ക് എത്തി. ഷാജഹാൻ ഷെയ്ഖിന്റെ അനുയായികളുടെയും കോടികൾ വരുന്ന സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടി. ഓരോ ഏജൻസികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ അടുത്ത ഏജൻസിയുടെ ചോദ്യം ചെയ്യലുകൾ. മാത്രമല്ല തൃണമൂൽ പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് ഷെയ്ഖിനെ സസ്പെൻഡും ചെയ്തു. കുറച്ചേറെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും CMRL കേസിലും കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് സാധ്യതയുണ്ടെന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമായി തന്നെ ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ EDയും കേന്ദ്ര സർക്കാരും അതിലേക്ക് കടക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതേസമയം CMRL എക്സാലോജിക് കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് പരിമിതികൾ ഉണ്ടെന്ന് വാദിക്കുന്നവരുമുണ്ട്. കാരണം സന്ദേശ് ഖലിയിലേത് പൊതു റേഷൻ വിതരണത്തിലെ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലുമാണ്. എന്നാൽ വീണയുടെ കാര്യത്തിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മാസപ്പടി വാങ്ങി എന്ന ആരോപണമാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വീണയുടെ പേരിൽ ആരോപണങ്ങളില്ല. SFIO, ED എന്നിവയാണ് വീണയ്ക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത്. ED അന്വേഷണ പരിധിയിൽ സന്ദേശ് ഖലിയിലേതുപോലെ ഭൂമി കയ്യേറ്റം, ഗുണ്ടാപിരിവ്, സ്ത്രീപീഡനം, ആയുധങ്ങൾ സൂക്ഷിക്കൽ പോലെയുള്ള കുറ്റകൃത്യങ്ങളില്ല. മറിച്ച് കമ്പനി നിയമങ്ങളുടെ ലംഘനവും നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലുമേ ഉള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുക എളുപ്പമല്ല എന്നും വാദങ്ങളുണ്ട്. എന്നാൽ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആഴങ്ങളിലേക്കുള്ള അന്വേഷണത്തിലേക്ക് ED കടന്നു കഴിഞ്ഞാൽ ആറാട്ടുപുഴയിൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്ന ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടി വരും. അവിടെയായിരുന്നു വലിയ രീതിയിൽ ജനങ്ങൾ ഒത്തുകൂടിയതും സമരസമിതി രൂപീകരിച്ചുകൊണ്ട് വലിയ സമരം ഖനനത്തിനെതിരെ നടത്തിയതുമൊക്കെ. അവിടെ നിന്ന് സമരസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാളെ കാണാതായിട്ട് കാലങ്ങളായി. അദ്ദേഹം എവിടെ പോയി, എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോയി കഴിഞ്ഞാൽ
വലിയ പ്രതിസന്ധി ചിലരൊക്കെ നേരിടേണ്ടി വരും. വീണയ്ക്കും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വൈകാതെ സമൻസ് അയക്കാനാണ് ED തീരുമാനം. ഹർജിക്കാർ വൈകാതെ സുപ്രീം കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോടതി അതിനുപോലും അനുമതി കൊടുത്തില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ED ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തേടി നോട്ടീസ് അയച്ചിരുന്നു. അതായത് ഗുരുതരമാകുകയാണ് ഈ പ്രതിസന്ധി. വീണയ്ക്കെതിരെ നിരവധി തെളിവുകൾ ഉണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. CMRL നിന്ന് പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയതിന് തെളിവായി എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. CMRL നിന്ന് ഓരോ തവണയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളയിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയിരുന്നതായി SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ട് വ്യക്തമാക്കുന്നു. വീണയ്ക്ക് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖ. കർത്തയുടെ കടം വീട്ടിയതിന് പുറമെ 2.33 കോടി രൂപ വീണയുടെയും എക്സാലോജിക്കിന്റെയും കയ്യിലെത്തി. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വരെ വീണയ്ക്കും CMRL പ്രതിഫലം നൽകിയിരുന്നു. എന്നാൽ 2020-21 വർഷം കമ്പനി നഷ്ടത്തിലായി, പിന്നാലെ അടച്ചുപൂട്ടി. CMRLൽ നിന്ന് ലഭിച്ച 2.33 കോടി രൂപ വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ എവിടെ പോയി എന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. വീണയ്ക്ക് 5 ലക്ഷം രൂപയും വീണ മാത്രം ഉടമസ്ഥയായ എക്സാലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL നൽകിയിരുന്ന പ്രതിഫലം. എക്സാലോജിക്കുമായി CMRL കരാറിലെത്തിയത് 2017 തുടക്കത്തിലാണ്. ആ വർഷം മെയ് മുതൽ 2019 ജനുവരി വരെ CMRLൽ നിന്ന് ലഭിച്ച പ്രതിഫലമാണ് എക്സാലോജിക്ക് നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൈമാറിയത്. മെയ് 4 അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപ മെയ് 9 തന്നെ മാറ്റി. ഇങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളകളിൽ തുക കൈമാറിക്കൊണ്ടേയിരുന്നുവെന്ന് ചാർട്ട് വ്യക്തമാക്കുന്നുണ്ട്. CMRLൽ ആദായ നികുതി റെയ്ഡ് നടന്ന 2019 ജനുവരി വരെ തുക കൃത്യമായി എക്സാലോജിക്കിന് നൽകി. അപ്പോഴേക്കും 45 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. CMRLുമായി കരാർ വയ്ക്കുന്നതിന് മുൻപ് 2016 നവംബറിൽ എക്സാലോജിക്ക് 4 ലക്ഷം രൂപ തിരിച്ചടച്ചത് കൂടി ചേർത്താൽ 49 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്ന് എംപവറിന് തിരിച്ചടവ് ലഭിച്ചു. 12% പലിശയ്ക്കാണ് 50 ലക്ഷം എക്സാലോജിക്ക് വായ്പ നൽകിയിരുന്നത്. റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ പലിശ കൂടി CMRLന്റെ ചെലവിൽ എക്സാലോജിക്കിൽ നിന്ന് ഈടാക്കാൻ കർത്തയുടെ എംപവർ കമ്പനിക്ക് കഴിയുമായിരുന്നു. ഇതിന്റെ എല്ലാം ചുരുൾ അഴിയണ്ടേ? വീണയുടെ ഭാഗത്ത് പിഴവില്ല എങ്കിൽ അവരത് നിയമപരമായി തെളിയിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ എന്തിന് പാർട്ടിയുടെ കൂട്ടുപിടിക്കുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നേതാക്കന്മാർ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരക്ഷരം പ്രതികരിക്കരുത് എന്നും തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങരുതെന്നും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.